ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ തമിഴ് മാന്ത്രിക കൽപ്പത്തിലെ 17ാമത്തെ അഞ്ജനവിധി. ഓരിലൈ താമര, കീഴാർനെല്ലി, കിലുകിലുപ്പൈ, കുപ്പമേനി, വിഷ്ണുക്രാന്തി, ആടുതീണ്ട പാല, നീലിത്തുമ്പ, നീറുവിളക്ക്, തൂങ്ങൻ, കൊതുമ്പൈ ഇവകളെയെല്ലാം സമാസമം എടുത്ത് അരച്ച് ശീലയിൽ പരത്തി തിരിതെറുത്ത് കറുത്ത പശുവിൻ്റെ നെയ്യിൽ കത്തിച്ച് മൈ എടുത്ത് ഒരു ചിമിഴിൽ നിറച്ച് താഴെ പറയുന്ന മന്ത്രം ജപിച്ച് ശക്തിപൂജ ചെയ്ത് പതനം ചെയ്യണം. മന്ത്രം: ഓം റീം ശ്രീം ഊം അം സ്വാഹ. 1008 ഉരു. ഫലം: വെറ്റിലയിൽ തടവി നോക്കണം. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും. 18 അഞ്ജനാദേവി വശം. അരുണോദയത്തിൽ ഇരുളി മൂലയ്ക്ക് കാപ്പുകെട്ടി ശാപനിവൃത്തി ചെയ്ത് പിടുങ്ങിക്കൊണ്ടുവന്ന് ക്രമപ്പടി പൂജ ചെയ്ത് താഴെ പറയുന്ന മന്ത്രം ഉച്ചരിച്ച് ശുദ്ധമായ പാത്രത്തിൽ ഏലസിൽ വയ്ക്കാം. മന്ത്രം: ഓം അഞ്ജനാദേവി, ഓം സർവപേദിനി, ഓം പ്രപഞ്ചിനി, ഓം വായുദേവി, ഹനുമാനെ പെറ്റവളെ, വശി വശി. സകല കാര്യങ്ങളും പ്രസിദ്ധിയുണ്ടാവും. ഭഗവതി അഞ്ജനം. തക്കാളി, പുന്നൈ, വാകവേര്, കയ്യാന്തകര, തക്കാട്ടിൻവേര്, തുമ്പ, കൂകൈ, കൺകൂകൈ, പിത്തുകൂകൈ, ഇറച്ചി ഇവകളെല്ലാം അരച്ച് ശീലയിൽ തടവി നിഴലിൽ ഉണക്കി അകലിൽ വെച്ച് കറുത്ത പശുവിൻ്റെ നെയ്യിൽ പുരട്ടി തീ കൊടുത്ത് മഷിയെടുത്ത് ശക്തിപൂജ ചെയ്ത് താഴെ പറയുന്ന മൂലമന്ത്രം ജപിച്ച് പതനം ചെയ്തു കൊള്ളണം. മൂലമന്ത്രം: ഓം ഭഗവതി റീം ഭഗവതി ഐം കിലി ഭഗവതി സ്വഹ. 1008 ഉരു ജപം. ഫലം: ആവശ്യമുള്ളപ്പോൾ വെറ്റിലയിൽ തടവി അതിൽ നോക്കണം. സകലവിധ വിഷയങ്ങൾ അറിയാൻ കഴിയും. 20 വനദേവത അഞ്ജനം. തേക്കാങ്കോട്ടൈ, കിളത്തുമ്പൈ, കുപ്പമേനിക്കീരൈ, വീരൈ കണ്ണീർ, പച്ചകുളവിന്തം, കറുത്ത കാക്കയുടെ കണ്ണ് ഇവയെല്ലാം അരച്ച് ശീലയിൽ പുരട്ടി തിരിതെറുത്ത് കറുത്ത പശുവിൻ്റെ നെയ്യിൽ കൊളുത്തിയ വിളക്കിൽ മയ്യുണ്ടാക്കി താഴെ പറയുന്ന മൂലമന്ത്രം ജപിച്ച് പതനം ചെയ്തു കൊള്ളണം. ഓം വനദേവതാ വശി അഞ്ജനവശി വശി സ്വാഹ. 1008 ഉരു ജപം. ഫലം: ഇത് വെറ്റിലിൽ തടവി നോക്കിയാൽ വനദേവളത കാണും. ചിന്തിച്ച കാര്യങ്ങളുടെ നിജസ്ഥിതി കാണാനാകും. ഭൂതവശ്യം. ആടുതീണ്ട പാല, കിലുകിലുപ്പൈ, കീഴാർനെല്ലി, ചെറുകീര, പൊറ്റലൈ, കയ്യാൻ വട്ടൈ, രോഗം കൊണ്ട് മരിച്ചവൻ്റെ തലയോട്ടി, പല്ല് എന്നിവയെല്ലാം അരച്ച് ശീലയിൽ പരത്തി കറുത്ത പശുവിൻ്റെ നെയ്യിൽ തിരിച്ച് കത്തിച്ച് മയ്യെടുത്ത് താഴെ പറയുന്ന മന്ത്രം ജപിക്കണം. ഓം വശി സർവഭൂതവശി വശി സ്വാഹ. 1008 ഉരു ജപം. ഈ മൈ എഴുതിയാൽ സർവഭൂതങ്ങളും വശമാകും. മൂലികൈ വശം. ഞായറാഴ്ച ചോതി നക്ഷത്രം, ശുഭരാശി, ലഗ്നസംബന്ധ, സമാധാനത്തോടെ രാജാവായിരിക്കുന്ന നേരം നേതനത്തെ ചൂരി ചെടി ഇരിക്കുന്ന ഇടത്തിൽ ചുറ്റിലും ശുദ്ധി ചെയ്ത് ക്രമപ്പടി ശാപനിവൃത്തി ചെയ്ത് ഉയർ കൊടുത്ത് പൊങ്കലിട്ട് ബലി കൊടുത്ത് ദീപധൂപം കാട്ടി തിരിച്ചു പോരണം. അടുത്ത ഞായറാഴ്ച ചിങ്ങരാശി സമയം ചെന്ന് മറുപടിയും ധൂപദീപം പൊങ്കൽ പൂജ ചെയ്ത് ഇരുമ്പല്ലാത്ത ആയുധം കൊണ്ട് ആണിവേര് പൊട്ടാതെ പറിച്ചു കൊണ്ടുവന്ന് സ്വർണം കൊണ്ട് കടഞ്ഞം ചെയ്ത് അതിനുള്ളിൽ വയ്ക്കണം. ആ വേരിനെ ഇരുമ്പ് തൊടാതെ ഭൂമിയിൽ കുഴിച്ചിടുക. മറ്റേ ഭാഗം ഗണപതിക്ക് മുന്നിൽ വെച്ച് ഭയഭക്തി വിശ്വാസങ്ങളുടെ പൂച്ചെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടൊരു ഇരുമ്പ് തുണ്ടെടുത്ത് ആകാശത്തിൽ എറിഞ്ഞാൽ കയ്യിൽ കെട്ടിയ കടയാത്തെ കഴറ്റി ഇടത് കയ്യിൽ പിടിച്ച് ഭൂമി വരെ താഴ്ത്തി പിടിക്കുക. ഇരുമ്പ് തുണ്ട് താഴെ വീടാതെ ആകാശത്തിൽ തന്നെ നിൽക്കും. വിഷ്ണു പൂജാമന്ത്രം. ശംഖുചക്ര ഗദാഭരണി, ദ്വാരകാ നിലൈ അച്യുത ഗോവിന്ദ, പുണ്ടരീക ക്ഷരക്ഷമാം ചരണാകൃത, നമോ ബ്രാഹ്മണ്യ തോവയ്യ, ഗോപികാരമണ ഹിതാലയ്യ, ജഗതീതയ കൃഷ്ണ ഗോവിന്ദായ നമോ നമ. മൂലമന്ത്രം: ഓ നമോ ഭഗവതി കൃഷ്ണായ വാസുദേവായ ഗോപികാലോല അം ഉം സൗ ശ്രീ വിഷ്ണു വംശതിലക ശ്രീഹരി എനക്ക് വശമാക സ്വഹ. 1008 ഉരു ജപിക്കുക. പൂജാവിധി. ഒരു കുംഭത്തിൽ വെള്ളം കൊണ്ടുവന്നും മഞ്ഞൾ നൂലിനാൽ കുംഭത്തിൽ ചുറ്റി തുളസി പൂക്കൾ ചാർത്തി മേൽ പറഞ്ഞ മന്ത്രത്തെ പച്ചക്കമ്പിളി പേരിൽ വടക്കുമുഖമായി ഇരുന്നുകൊണ്ട് തുളസിയും മണി കൊണ്ടുള്ള മാല കൊണ്ട് ജപിക്കണം. ഫലം: മഹാവിഷ്ണുവിൻ തിരുമന്ത്രത്തെ ഏവരും ദിനംതോറും 1008 ഉരു ജപിച്ചാൽ അവർക്ക് ശത്രു ഉണ്ടാകുകയില്ല. ജലത്തിൽ ജപം ചെയ്ത് സ്ത്രീകൾ കൊടുത്താൽ അവർ ഒരിക്കലും തൻ്റെ പുരുഷനെ വിട്ട് അന്യരെ ചിന്തിക്കുക പോലുമില്ല. ഇത് തമിഴ് മാന്ത്രികാൽപ്പത്തിലെ 23ാമത്തെ ഇതുവരെയാണെന്ന് പറഞ്ഞു. നമഃ ശിവായ.